ഒരു കേക്ക് പോലും ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ഏതൊരാൾക്കും ഒരു സാധാരണക്കാർക്കും ഒരു ഹോം ബേക്കർ എങ്ങനെയാകാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടപ്പോൾ നല്ലൊരു റെസ്പോൺസ് കിട്ടിയത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു ബേക്കിങ്ങിൻ്റെ അടുത്ത വീഡിയോ ഞാൻ ഇട്ടത്. ഇതിനും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടാൻ നമുക്കൊരു പ്രചോദനമാകുന്നത്. ഒരു ഹോം ബേക്കർ ആകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ വേണ്ടുന്ന എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ഹോം ബേക്കറിന് അടുത്ത ഘട്ടത്തിൽ വേണ്ടത് ഒരു സ്പഞ്ച് കേക്ക് അല്ലെങ്കിൽ ഒരു കേക്ക് ബേസ് ഉണ്ടാക്കാൻ പഠിക്കണം. അതിനായിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ മെഷറിംഗ് കപ്പ് മേടിച്ചിട്ടുണ്ടല്ലോ, അതിൽ 1 കപ്പ് അല്ലെങ്കിൽ 250 ml കപ്പിൽ നമ്മൾ സ്പൂണിൽ മൈദ കോരി ഇടുക. ഇനിയും നമ്മുടെ വിരൽ വെച്ചിട്ട് വടിച്ച്, ക്യാമറയ്ക്ക് അടുത്തോട്ട് ഞങ്ങൾ വടിച്ച് കണ്ടോ, ക്ലീനാക്കി വടിച്ച് നിരപ്പാക്കി എടുക്കുക. കേക്കിൻ്റെ അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും കറക്റ്റ് അളവ് എടുത്താൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം അത് 1/4 ടീസ്പൂൺ വടിച്ച് എടുത്ത് അതിലോട്ടിടുക. ഇനിയും ബേക്കിംഗ് പൗഡർ അതും 1 ടീസ്പൂൺ അത് വടിച്ചെടുക്കുക. തെറ്റിപ്പോരുത്. ബേക്കിംഗ് സോഡ 1/4, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് കേക്ക് ഫ്ലഫി ആയിട്ടും നല്ല ഹൈറ്റിലും സ്പഞ്ചി ആയിട്ടും നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെങ്കിൽ അത് അങ്ങനെ നേരിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മൈദയിൽ കേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് കേക്ക് നല്ലതായിട്ട് കിട്ടില്ല. ഇതൊന്ന് ഈവനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 തവണ നമുക്കൊരു അരിപ്പയിലിട്ട് അരിച്ച് എടുക്കണം. അത് ഒരു മടിയും കൂടാതെ ചെയ്യേണ്ട കാര്യമാണ്. 3 തവണ ഇത് അരിച്ച് തന്നെ എടുക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് കേക്ക് നല്ല ഹൈറ്റിലൊക്കെ കിട്ടുള്ളൂ. അപ്പം അതൊന്ന് ഇളക്കുകയും കൂടെ വേണം ഇടയ്ക്ക്. അങ്ങനെ ഇതൊന്ന് ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞു. ഒരു 1/4 പണിയും നമ്മുടെ കഴിഞ്ഞെന്ന് പറയാം. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അത് അരിച്ച് മാറ്റി അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഒരു ഹോം ബേക്കർ ആയത് ഒരു ഹോം ബേക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ പോയിട്ടില്ല. എന്നെപ്പോലെ അനേകം ആൾക്കാർ കാണും ഒരു ഹോം ബേക്കിങ്ങിൻ്റെ ക്ലാസ്സിനും പോകാതെ ഹോം ബേക്കർ ആയത്. ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇനി അടുത്തതാണ് പഞ്ചസാരയുടെ പൗഡർ. ഇത് പഞ്ചസാര എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. പഞ്ചസാര ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ എപ്പോഴും നല്ലപോലെ പെട്ടെന്ന് അലിഞ്ഞ് നല്ലതായിട്ട് പെട്ടെന്ന് കിട്ടുന്നത് പഞ്ചസാര പൗഡറാണ്. അത് നമ്മൾ ഏത് കപ്പിലാണോ മൈദ അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ പഞ്ചസാര അളന്നെടുക്കുക. ഞാൻ എന്നും പഞ്ചസാര പൗഡർ ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാണ് എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുന്നവർ പഞ്ചസാര പൊടിച്ച് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്താണ് വേണ്ടത്? ഓയിൽ നമുക്ക് 1/4 കപ്പ്, ഏറ്റവും ചെറിയ കപ്പ് 1/4 കപ്പ് ഓയിലാണ്. ഇത് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഒട്ടും കൊള്ളത്തില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. പിന്നെ വെജിറ്റബിൾ ഓയിലൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അത് 1/4 കപ്പ് എടുത്തു വെച്ചു. ഇനിയും നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. ഈ വാനില എസൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എല്ലാവരും പറയുന്നൊരു കംപ്ലയിൻറ്റ്, ഒട്ടുമിക്ക ആൾക്കാരും മുട്ടയുടെ മണം കേക്കിനുണ്ടെന്ന്. അത് മാറാൻ വേണ്ടി വാനില എസൻസ് വേണം. അത് നമ്മളൊരു 1.5 ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ അല്ല 1.5 ടീസ്പൂൺ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അത് ഞാൻ മുട്ട അടിക്കുന്നതിനകത്ത് നേരിട്ട് ഒഴിച്ച് ആണ് എടുക്കുന്നത്. ചിലരിന്നും മുട്ടയൊന്ന് പതഞ്ഞ് വരുമ്പോൾ മാത്രമാണ് ഒഴിക്കാറുള്ളത്. എങ്ങനെ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി ഒരു പിഞ്ച് ഉപ്പ്, അത് നമ്മുടെ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കാര്യം കൂടാണ് വേണ്ടത്, 2 ടേബിൾ സ്പൂൺ മിൽക്ക്. അത് ഫ്രിഡ്ജിലിരുത്ത് തണുത്തതൊന്നുമല്ല, ഒരു നോർമൽ ടെമ്പറേച്ചറിലുള്ള, കുറച്ച് നേരത്തെ എടുത്ത് വെളിയിൽ വെക്കുക, അല്ലെ ഒന്ന് ചൂടാക്കി ചെറിയ നോർമൽ ചൂടിൽ ഉള്ള പാല്. പിന്നെ നോക്കിക്കേ, പഞ്ചസാര പൊടിച്ചത്, ഒന്നുകൂടെ പറയുക, ഓയില്, ഉപ്പ്, പിന്നെ നമ്മുടെ മിൽക്ക്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മൈദയുടെ കൂട്ട്. ഇത്രയും മതി. നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ട് വേണം നമ്മൾ പണി തുടങ്ങാനൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബൗളെടുത്തു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ തന്നെ എടുക്കണം. കാരണം നമ്മുടെ ബീറ്ററിൻ്റെ ആ വിസ്ക് വേഗം തേഞ്ഞ് ഒടിഞ്ഞു പോകും നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങളെടുത്താൽ. അപ്പം അതുകൊണ്ടും പിന്നെ നമ്മുടെ ഈ ബാറ്റർ വേഗം നമ്മൾ വടിച്ച്
കേക്ക് ടിന്നിലോട്ട് ഒഴിക്കാനൊക്കെ എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് നല്ലത്. ഇനിയുമാണ് 4 മുട്ടയാണ് നമുക്ക് 1 കിലോ കേക്കിന് വേണ്ടത്. ഇത് കുറച്ച് നീണ്ട ഒരു വീഡിയോ ആയിരിക്കും, കാരണം എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പം കുറച്ചൊരു വലിയ വീഡിയോ ആയി പോകും. ബുദ്ധിമുട്ടൊന്നും ആരും വിചാരിക്കേണ്ട, കാരണം നമുക്ക് എല്ലാം മനസ്സിലാവണം, എല്ലാം പറഞ്ഞു തരണം. അപ്പം അതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഞാനിപ്പോഴത് ഓർത്തത്, നമ്മുടെ കേക്കിൻ്റെ ടിന്നെടുത്തിട്ട് ഓയിൽ തേച്ച്, ബട്ടർ പേപ്പർ കഴിഞ്ഞ വീഡിയോയിലുണ്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളത്, അതെടുത്ത് തേച്ച് ബട്ടർ പേപ്പറും വെച്ചിട്ട് വെക്കുക. ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. 4 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. 2 മുട്ട ഒഴിച്ച് കഴിഞ്ഞിട്ട് നേരിട്ട് 3ാമത്തെ മുട്ട ഒഴിക്കുമ്പോൾ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയാണ്. കേടായാൽ ആ 3 മുട്ടയും കളയേണ്ടി വരും. അതുകൊണ്ട് ചെറിയൊരു പാത്രത്തിൽ എപ്പോഴും മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ ബൗളിലോട്ട് ഒഴിക്കാവൂ. വലിയ വലിയ കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വലിയ നഷ്ടം വരും അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ. ഇപ്പം ഞാൻ നേരിട്ടങ്ങ് ഒഴിച്ചെന്നേ ഉള്ളൂ. ഇനി മുട്ടയ്ക്കകത്തോട്ട് 1/4 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസ് ഒഴിച്ചു. ഒരു പിഞ്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. അതായത് ഒരു ലോ സ്പീഡിലിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് മുട്ടയൊന്ന് പതയണം. അതായത് ബബിൾസൊക്കെ വന്ന് ഒന്ന് പതഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ പഞ്ചസാരയുടെ പൗഡർ അതിൽ ഇട്ട് കൊടുക്കുന്നത്. നോക്കിക്കേ പതഞ്ഞു വന്നു. ആ സമയത്ത് ഒരു 4 ടേബിൾ സ്പൂൺ വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഇരിക്കുന്ന 1 കപ്പ് പഞ്ചസാര നമ്മൾ 3 ഭാഗമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി സ്പീഡ് കൂട്ടി അങ്ങോട്ട് നമുക്ക് ഇത് ബീറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് ഇട്ടു. നോക്കിക്കേ, ഈ ഉപ്പ് നമ്മുടെ ഈ മൈദയുടെ കൂടെ ഇടഞ്ഞെടുക്കുന്നവരുണ്ട്. എനിക്കതത്ര ഇതായിട്ട് തോന്നി, കാരണം അവിടെ ഇവിടെ ഉപ്പ് ഒരു ചുവയ്ക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്തിട്ട് ബീറ്റ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് കറക്റ്റായിട്ട് തോന്നി. നോക്കിക്കേ, ഞാൻ ആ പഞ്ചസാര മുഴുവൻ, ഇപ്പം നമ്മുടെ ബീറ്ററിൻ്റെ സ്പീഡ് ഹൈ സ്പീഡിലായിട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. ആ പതയെല്ലാം മാറിയിട്ട് ഇപ്പം നമുക്കൊരു ഒന്ന് തിക്കായിട്ട് ഒന്ന് കൊഴുത്ത് വന്ന് നമ്മുടെ ഈ മുട്ടയും പഞ്ചസാര എല്ലാം കൂടെ. നോക്കിക്കേ, അത് കട്ടിയായി തിക്കായതിൻ്റെ അർത്ഥമാണ് നമ്മുടെ ബീറ്റർ പോകുന്നതിൻ്റെ ഭാഗമെല്ലാം ഓരോ പാട് കണ്ടോ. ഇനി ഞാൻ ബീറ്റർ പൊക്കി കാണിക്കാമെന്നുണ്ടോ, റിബൺ കൺസിസ്റ്റൻസി. ഇനി ആ മുട്ടയുടെ കളർ നോക്കിക്കേ, നല്ല പ്യുവർ വൈറ്റ് കളറായി. നോക്കിക്കേ, ഇനി ഇത് സ്പൂണിൽ കോരി ഒഴിച്ച് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടോ, ഒഴുകി ഒട്ടും നിൽക്കാതെ ഒട്ടും പൊട്ടിപ്പോകാതെ ഇങ്ങനെ റിബണായിട്ട് വീഴുന്ന ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നമ്മുടെ ഓയിലിനെ ഒഴിക്കാം. ഈ ഒരു സമയം ബീറ്റർ ഓഫൊന്നും ആക്കണ്ട, ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചതാണ്. ഞാൻ ആ ഒരു വീഡിയോ കട്ടായിപ്പോയി. ഇത് നമ്മുടെ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 1-ലിട്ട് 1 സെക്കൻഡ് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ബീറ്റർ മാറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാൻ. നോക്കിക്കേ, മൈദ ഇട്ടു, ഒറ്റ കറക്ക്, ഒരു നടുക്കൂടെ ഒരു വര, ഒന്ന് കറക്കി കട്ട് ചെയ്തു. നോക്കിക്കേ, ആ ക്യാമറയ്ക്ക് അടുത്തോട്ട് ഞാനതാ കാണിക്കുന്നത്. അങ്ങനെ ചെയ്തു നമ്മളെല്ലാം മിക്സ് ചെയ്ത് ഇടയ്ക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നോക്കിക്കേ, നമ്മുടെ സ്പാച്ചില എടുത്ത്, ഇല്ലെങ്കിൽ ആ തടിയുടെ ആയാലും മതി, എന്നാൽ ഈ സ്പാച്ചില എടുക്കുമ്പോൾ നോക്കിക്കേ പെർഫെക്റ്റായിട്ട് നമുക്കതെല്ലാം വടിച്ചൊട്ടും ബാറ്റർ നമുക്ക് നഷ്ടം വരുത്തുക. അതിനാണ് ഈ ഒരു സാധനത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. മേടിച്ചാൽ നല്ലത്, ഒരു 70 രൂപ 60 രൂപ 70 രൂപയ്ക്കൊക്കെ കിട്ടും. നോക്കിക്കേ, ഇനി റിബൺ കൺസിസ്റ്റൻസി കണ്ടോ, ഒഴിക്കുമ്പോൾ ഇങ്ങനെ റിബണായിട്ട് വീഴുന്നത്. എപ്പോഴും കേക്ക് ടിന്നിൽ ഒഴിക്കുമ്പോൾ മുകളിൽ ഇച്ചിരി ഹൈറ്റിൽ നിന്ന് ഒഴിക്കുക, എങ്കിൽ മാത്രമാണ് അതൊന്ന് നല്ലതായിട്ട് കേക്ക് വരാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു, അടുപ്പിച്ചൊഴിക്കുന്നതിലും നല്ലത് കുറച്ച് ഉയരത്തിൽ നിന്ന് ഒഴിക്കുക. ഇനി അതൊന്ന് തട്ടി അതിൻ്റെ ബബിൾസ് കളയാം. ഇനി നമ്മളൊരു സ്റ്റിക്ക് എടുത്തിട്ട് നല്ലതുപോലെ, കാരണം ഇങ്ങനെ ഒഴിക്കുന്നിടം മാത്രം കുറച്ച് കൂടിയിരിക്കും, അതെല്ലാം ഒന്ന് ആ സ്റ്റിക്ക് വെച്ച് ഇതാക്കി നോക്കി നല്ലതുപോലെ തട്ടിക്കൊടുക്കണം. ഞാൻ കാണിക്കാം, ബബിൾസ് കണ്ടോ, അതൊക്കെ പൊട്ടണം. നല്ല ഇച്ചിരി ശക്തിയിൽ വേണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എല്ലാവർക്കും ഓവൻ ഉണ്ടാവണമെന്നില്ല, ഓവൻ സെറ്റപ്പിൽ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ കേടായ ഒരു തവ വല്ലതും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെരുവം, നല്ല ചെരുവൊന്നും വേണ്ട, എൻ്റെ ഇത് പഴഞ്ചൻ ചെരുവമാണ്, അത് വെച്ചു. അതിലൊരു റിങ് ഇട്ടു, നമ്മുടെ ബാറ്റർ എടുത്ത് നടുക്ക് വെച്ചു, അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ചു. നോക്കിക്കോ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒന്ന് ആയി വരുന്നു കണ്ടോ. ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞ് 35 മിനിറ്റ് ആയപ്പോഴാണ് ഇതൊന്നുകൂടെ നോക്കിക്കേ,
ഇപ്പം 40 മിനിറ്റ് കഴിഞ്ഞു. അന്നേരം ആയിട്ടില്ലായിരുന്നു, അതേ കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അടച്ചു വെച്ചു. ഒരു 40 മിനിറ്റ് 45 ഇടയ്ക്കായപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് കണ്ടോ, ഹോൾസൊക്കെ കണ്ടോ നല്ല സൂപ്പറായിട്ട് വന്ന് ഞാൻ എടുത്തു മാറ്റി. ഇനി നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്ത് തണുത്ത് കഴിഞ്ഞിട്ടേ ഡീമോൾഡ് ചെയ്യുക, അല്ല എല്ലാം കേക്ക് പൊടിഞ്ഞു പോകും. നോക്കിക്കേ, അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്കൊരു കേക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പം മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നല്ല വൈറ്റ് കളറിൽ നല്ല തിക്കായിട്ട് എത്ര മുട്ട ബീറ്റ് ചെയ്യുന്നു, ഓവർ ബീറ്റല്ല, ബീറ്റാവുന്നു. 1-2 തവണയൊക്കെ നമുക്ക് മനസ്സിലാകാതെ വരും. 1, 2, 3 തവണ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമാണ് നമുക്കിത് പെർഫെക്റ്റ്. നോക്കിക്കേ, ഇതിൻ്റെ ഹൈറ്റ് നമ്മുടെ കേക്കിൻ്റെ പാന് 2.5 ഇഞ്ച് നീളം, ആ 2.5 ഇഞ്ചിൽ തന്നെ ഹൈറ്റിൽ ഒരു കേക്കാണ് കിട്ടി. ഇത് 4 ലെയറായിട്ട് മുറിച്ചാലും അത്യാവശ്യം നല്ല ലെയറുകൾ കിട്ടുന്ന രീതിയിലൊരു പെർഫെക്റ്റ് ഹൈറ്റിൽ വന്നൊരു കേക്കാണ്. നോക്കിക്കേ കണ്ടോ. ഞാൻ നിങ്ങളെ നേരിട്ട് ഇപ്പം ആ ചെരുവത്തിൽ നിന്നല്ല, ആ പാത്രത്തിൽ നിന്ന് എടുത്ത് നോക്കിക്കേ. 1, 2, 3 അല്ല 4 ലെയറിനുണ്ട്. 4 കട്ടിക്ക് 3 ലെയർ എടുക്കാം. ഇനി നമുക്ക് ഈ പറഞ്ഞ രീതിയിലെല്ലാം ഉണ്ടാക്കി, ആദ്യം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല. 1 ഉണ്ടാക്കുക, 2 ഉണ്ടാക്കുക, അത് ഉണ്ടാക്കി നമുക്ക് എന്തായാലും പെർഫെക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. മുട്ടയുടെ ബീറ്റ് ചെയ്യുമ്പോൾ എത്രയും പൊക്കത്തിൽ നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടിയോ അത്രയും പൊക്കത്തിൽ തന്നെ വേണം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ലെ മൈദ ഇട്ട് നമ്മൾ ആ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അത്രയും ഹൈറ്റിൽ തന്നെ ഇരുന്നാലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട്. നോക്കിക്കേ, ഹോൾസ് എല്ലാം കണ്ടോ, ഇത്ര പെർഫെക്റ്റാന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ചിലർക്ക് ഈ ഓയിൽ ഈ മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നു, ഓയിലായിട്ട് ഇങ്ങനെ അളിഞ്ഞിരിക്കുന്നു, പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഓയിൽ നല്ലതുപോലെ ആയിക്കഴിഞ്ഞ് ബീറ്റ് ചെയ്യുന്നു. 1 മിനിറ്റ് ഒരു സെക്കൻഡൊക്കെ നല്ലതുപോലെ വലിയ സ്പീഡില്ലാതെ ബീറ്റ് ചെയ്ത് ഓയിൽ മിക്സ് ചെയ്യണം. അപ്പം മുകളിലൊന്നും പറ്റിപ്പിടിച്ച് ഇരിക്കില്ല. നോക്കിക്കേ, നമ്മൾ ക്രീം തേക്കുമ്പോൾ ഈ മുകളിലത്തെ ഈ സ്കിൻ അങ്ങ് ഇളക്കിക്കളയണം. അത് ഇളക്കിക്കളയാം കണ്ടോ, അതിങ്ങനെ ഒന്ന് തൊട്ടാൽ മതി. ഇനി ലെയർ ആക്കുന്നതൊക്കെ വീഡിയോ ഞാൻ ഇട്ട് കാണിക്കാം, എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ലെയർ ആക്കുന്നതെന്നൊക്കെ. നമ്മൾ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. നോക്കിക്കേ, ഈ കേക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം, വാനില കേക്കിനുണ്ടാക്കാം, വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാം. ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്